ഹേയ് ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ എയർടെലിൻ്റെ എയർ ഫൈബർ. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാൻ ആദ്യമേ പറയാം. ഞാൻ എയർടെൽ എയർ ഫൈബർ എടുത്തായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ പുതുതായിട്ട് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഫൈബർ എടുക്കാൻ പോകുന്നവരും അല്ലെങ്കിൽ എയർടെലിന് എയർ ഫൈബർ നോക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേക്കാം. എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക കേട്ടോ. അപ്പം ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു DTH കണക്ഷനും വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ആ ഒരു റിസീവറും വരുന്നുണ്ട് വൈഫൈക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൗട്ടർ വന്നിട്ട്. അപ്പം 5G ടവറിൽ നിന്ന് നെറ്റ്വർക്ക് ആക്സസ് ചെയ്തിട്ട് ഇത് ഒരു ഹോട്ട്സ്പോട്ട് പോലെ പ്രവർത്തിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. വൈഫൈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. ഞാനിപ്പം എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 599 രൂപയുടെ പ്ലാനാണ്. പെർ മന്ത് 599 രൂപയുടെ പ്ലാനാണ്. ഇതിന് ടോട്ടലി 2 പ്ലാൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 599 പിന്നെ വന്നിട്ട് 899. ഓക്കെ, ഈ 2 പ്ലാൻസാണ് ഈ നമ്മുടെ എയർ ഫൈബറിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസ്. അപ്പോൾ ഇതിൽ രണ്ടിലും കൂടെ തന്നെ ഇവർ മിക്സ് ആക്കുന്ന ഒരു എയർടെൽ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു കണക്ഷനിലൂടെയാണ്. കാരണം ഇത് വൈഫൈ മാത്രമല്ല, വൈഫൈ പ്ലസ് നമുക്ക് DTH കൂടെ ലഭിക്കുന്നുണ്ട്. DTH എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഷ് ഇതിൽ കൂടെ തന്നെ ഈ പ്ലാനിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിപ്പം 599 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മന്ത്ലി 30 Mbps പവറാണ് കിട്ടുന്നത്. മീൻസ് ആ സ്പീഡാണ് കിട്ടുന്നത് 30 Mbps. അപ്പോൾ 899 വരുമ്പോഴേക്കും അത് 100 കിട്ടും. അപ്പോൾ ടോട്ടൽ ഇത്രയേ ഈ ഒരു എയർ ഫൈബറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ, ഈ ഒരു സ്പീഡിങ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഞാൻ എടുത്തിട്ടുള്ള 599 അപ്പോൾ 599 കൂടെ നമുക്ക് DTHൽ 350 ചാനൽസ് വരുന്നുണ്ട്. 350 ലോക്കൽ TV ചാനൽസ് വരുന്നുണ്ട്. ലോക്കൽ മീൻസ് TV ചാനൽസ് 350 വരുന്നുണ്ട്. മീൻസ് നെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് TVയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ HD ചാനൽസ് വരുന്നത്. ഇത് മലയാളത്തിലെ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഇത്രയും ചേർത്തിട്ടാണ് ഈ 599 മീൻസ് വൈഫൈ പ്ലസ് DTH. അപ്പം ടോട്ടൽ എനിക്കിപ്പം പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് വെച്ചാൽ മന്ത്ലി 599 കൂടെ തന്നെ 18% GST വരുന്നുണ്ട്. അപ്പം ടോട്ടൽ ഏകദേശം 704 രൂപ മന്ത്ലി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലായിട്ടുള്ള ഒരു ഓവറാൾ പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് വന്നിട്ട്. അപ്പോൾ 899 ആകുമ്പോൾ നിങ്ങൾ നോക്കണം, 899 പ്ലസ് 18% GST, ആ ഒരു ടോട്ടലായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി പേ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, ഇത് വന്നിട്ടൊരു പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്, പ്രീപെയ്ഡ് അല്ല. എയർ ഫൈബർ എല്ലാം പോസ്റ്റ് പെയ്ഡിലോട്ടാണ് അവർ സ്വിച്ച് ചെയ്തിട്ടുള്ളത്. സോ ജിയോയുടെ ആയാൽ പോലും പോസ്റ്റ് പെയ്ഡ് ഇതിലായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ സംഭവം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫൈബർ ആണോ അതോ സാധാരണ ഫൈബർ ആണോ, ഏതാ ലാഭം എന്ന് പറഞ്ഞുതരാം. ഈ എയർ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടവറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന നെറ്റ്വർക്കാണ്. അപ്പോൾ നമ്മൾ 5G ഫോണിലൊക്കെ യൂസ് ചെയ്യുന്നില്ല, ആ സെയിം നെറ്റ്വർക്ക് തന്നെയാണ് ഇതിൽ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ 5G എങ്ങനെയാണോ കിട്ടുന്നത് ആ സെയിം സാധനം തന്നെയാണ് ഈ റൗട്ടറിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഫോണിൽ ഇപ്പോൾ 5G അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ ആവശ്യം വരുന്നില്ല എയർ ഫൈബറിൻ്റെ. ഇത് ജസ്റ്റ് ഒരു ഹോട്ട്സ്പോട്ട് പോലെ വർക്ക് ചെയ്യും. കാരണം നമ്മുടെ TVയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മൾട്ടിപ്പിൾ ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എയർ ഫൈബർ എന്ന സംഭവം യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും 5G നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, സിമ്മിൽ തന്നെ ആൾറെഡി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ കറക്റ്റ് സ്റ്റേബിൾ സ്പീഡല്ല. ഇതൊക്കെ എൻ്റെ നെഗറ്റീവ്സ് ആണ് കേട്ടോ. എനിക്ക് ഫീൽ ചെയ്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത്. ഇത് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ട് എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല. കാരണം 30 Mbps ഞാൻ എടുത്താലും എനിക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 20 to 90 ഒക്കെ കിട്ടുന്നത്. പക്ഷേ ഈ ഫൈബർ ആണെങ്കിൽ എനിക്ക് കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഡ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം ഞാൻ ആൾറെഡി ജിയോ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, ജിയോ ഫൈബർ. അത് വന്നിട്ട് എയർ ഫൈബർ അല്ല, അല്ലാത്ത നോർമൽ ഒപ്റ്റിക്കൽ ഫൈബർ വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അതിൽ കറക്റ്റ് സ്റ്റേബിൾ നെറ്റ്വർക്കും കിട്ടുന്നുണ്ടായിരുന്നു, ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു എല്ലാം. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം എയർ ഫൈബർ ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയർ ഫൈബർ നിങ്ങൾ ഈ വില്ലേജസിലും ഇതുപോലെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ആക്സസ് ചെയ്യാൻ പറ്റാത്ത സംഭവം ഉള്ള ഇതുണ്ടല്ലോ സ്ഥലങ്ങൾ, അവിടെ ഉള്ളവർക്ക് എയർ ഫൈബർ ആയിരിക്കും ലാഭം. കാരണം വേറെ ലൈൻ വലിക്കേണ്ട ഇതൊന്നും വരുന്നില്ല. ജസ്റ്റ് ഒരു ബോക്സ് മാത്രം വെക്കുന്നു, അതിൽ നിന്ന് നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യുന്നു. മീൻസ് നിയറസ്റ്റ് ടവർ 5G ടവർ ഏതാണോ അതിൽ നിന്നുള്ള നെറ്റ്വർക്ക് നമുക്ക് ഇതിലോട്ട് ആക്സസ് ചെയ്യുന്നു.
അല്ലാത്ത പക്ഷം സിറ്റി ഏരിയസിലൊക്കെ ആണെങ്കിൽ ഫൈബർ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം പ്ലാൻ ആയാലും അത് തന്നെ ആയിരിക്കും ബെറ്റർ. കാരണം ഇതിൽ പ്രീപെയ്ഡ് പ്ലാൻസ് അവൈലബിൾ ആണ്. പ്രീപെയ്ഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി നമ്മൾ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് ചെയ്താൽ മതി. സപ്പോസ് ഇപ്പോൾ ഒരു മന്ത്ലി അടച്ചില്ലെങ്കിലും പ്രശ്നം വരത്തില്ല. പക്ഷേ എയർ ഫൈബർ ആണെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ മന്ത്ലി കറക്റ്റായിട്ട് അടയ്ക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ബില്ല് ജനറേറ്റ് ആവും. നമ്മളിപ്പോൾ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും ആ 599 എന്നുള്ള ബില്ല് അടുത്ത മാസം അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ആവും. ഇത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് മെയിൻ പോയിന്റ് ആണ്. അത് മാത്രമല്ല ഇതിലിപ്പം ടി വി ചാനൽസ് ഞാൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ടി വി ചാനൽസ് ആ ഒരു HD ചാനൽസും കാര്യങ്ങളും വരുന്നത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ 20+ OTT ആപ്സും കിട്ടുന്നുണ്ട്. OTT ആപ്ലിക്കേഷൻസ് എല്ലാം കിട്ടുന്നുണ്ട്. മീൻസ് ഇത് ആമസോൺ പ്രൈം കിട്ടുന്നില്ല. ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് പോയിട്ട് ബാക്കിയെല്ലാം Disney+ ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട് ഈ ഒരു പ്ലാനിൽ. പക്ഷേ പ്രീപെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു OTTയും DTH സംഭവങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ എയർടെൽ എക്സ്ട്രീമിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാന് പ്രീപെയ്ഡിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, അറിവ് വെച്ചിട്ട് ഈ ഇത്രയും സംഭവങ്ങളാണ് എനിക്ക് അറിയാൻ പറ്റിയത്. കാരണം എനിക്കിവിടെ എടുത്തത് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നില്ല എൻ്റെ വീട്ടിൽ. കാരണം ഞാൻ ആ ആഡും പ്രൊമോഷൻസും കണ്ടിട്ടാണ് ഈ ഒരു എയർടെൽ ബുക്ക് ചെയ്തത്. പക്ഷെ എക്സ്ട്രീം ഫൈബർ ആയിരുന്നുവെങ്കിൽ, മീൻസ് നമ്മുടെ ഒപ്റ്റിക്കലായിട്ടുള്ള ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് സ്റ്റേബിൾ സ്പീഡ് കിട്ടിയാണ്. ഇതെനിക്ക് സ്പീഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പക്ഷെ ആൾറെഡി ഫോണിൽ 5G ഉള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു. പിന്നെ ആകെ ഉള്ള ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിവിയുടെ ഇത് വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് ലാഭമാണ്. കാരണം ഇപ്പം കേബിളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മന്ത്ലി ഒരു 300 രൂപ എന്തായാലും കേബിളിന് നിങ്ങൾ കൊടുക്കണം. വൈഫൈ ആണെങ്കിൽ പോലും 30 Mbps സ്പീഡിന് എന്തായാലും ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് 399 മേളിൽ കൊടുക്കണം. ഒരു 450 കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ 300 ഞാൻ ഉദ്ദേശിച്ച അല്ലാത്ത ചാനൽസ് മാത്രമാണ്. HD കൂടെ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 350ഓളം രൂപ വരും. അപ്പൊ ഇതിപ്പം 704 രൂപയ്ക്ക് HD ചാനൽസും 300 സംതിങ് ചാനൽസും അല്ലാതെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ എക്സ്ട്രീമിലെ 20+ OTT ആപ്പ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനത്തെ എല്ലാം കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം സ്പീഡിന്റെ ഒരു ഇഷ്യൂവും പിന്നെ ഇങ്ങനത്തെ എന്താ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 5G നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഇതിന്റെ ആവശ്യം എനിക്ക് വരുന്നില്ല പേഴ്സണലി. അപ്പം നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ജിയോ ഫൈബർ ആയാലും എയർടെലിന്റെ ആയാലും എയർ ഫൈബർ എടുക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ജിയോയുടെ ആയാലും എയർ ഫൈബർ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇത് നിയറസ്റ്റ് 5G ടവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ അത്യാവശ്യം ഈ ഒരു പ്ലാൻ വെച്ച് തന്നെ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫൈബർ എടുക്കാൻ നോക്കുക എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ എന്താ TV ആക്സസ് ചെയ്യുന്ന ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്ലാൻ ചെയ്ത്. അപ്പൊ പുതുതായിട്ട് എടുക്കാൻ പോകുന്നവർ ഇതത്രയും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കാനായിട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താ അടുത്തിന് ഈ TV എങ്ങനെ ചാനൽസ് കിട്ടുന്നുണ്ട്, TVയുടെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സ്. അപ്പോൾ ഇത് 4K സപ്പോർട്ടഡ് സെറ്റ് ടോപ്പ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ TVയുടെ റിമോട്ട് വന്നിട്ട് ഇതാണ്. അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. പിന്നെ എല്ലാ OTT ആപ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിനുള്ളൊരു ബട്ടൺസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സോണിയുടെ ഒരു സ്പോർട്സ് ചാനലാണ്. സോണി സ്പോർട്സ് 5 എന്ന് പറഞ്ഞ ചാനലാണ് ഇട്ടേക്കുന്നത്. അത് HD ആണ്. അപ്പോൾ HD ചാനൽസ് മിക്കതും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്പോർട്സ് ചാനൽ ഏകദേശം കിട്ടുന്നുണ്ട് എല്ലാ ചാനൽസും. സ്റ്റാർ സ്പോർട്സ് 1 നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചാനലിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം കറൻറ്റ്ലി പറ്റുന്നുണ്ട്. കാരണം ഇത് നെറ്റ് വഴിയല്ല, അല്ലാണ്ട് ഡയറക്റ്റ് കേബിളാണ്. ഓക്കെ, അപ്പോൾ മലയാളം ചാനൽസ് നല്ല രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം മലയാളം ചാനൽസ് ഓൾമോസ്റ്റ് എല്ലാം കിട്ടുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 കൂടുതലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഏഷ്യാനെറ്റ് മൂവീസും ഏഷ്യാനെറ്റ്, സൂര്യ TV ഇങ്ങനത്തെ ചാനൽസൊക്കെ HD ആണ് കേട്ടോ. സാധാ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ സൂര്യ TVയിലൊക്കെ നോർമൽ ചാനലുണ്ടല്ലോ, സൂര്യ TV എന്ന് പറഞ്ഞാൽ SD ചാനൽ, അത് ആക്സസബിൾ അല്ല. പിന്നെ ആകെ കിട്ടാത്ത ഒരു ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനം TV എന്ന് പറഞ്ഞത് കിട്ടത്തില്ല. അല്ലാതെ ബാക്കി എല്ലാ ചാനൽസും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പെയ്ഡ് ചാനൽസ് നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. കാരണം ആ ഒരു പ്ലാനിൻ്റെ കൂടെ തന്നെ അവർ ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നു അപ്സ്കെയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇത് 4K TV ആണെങ്കിൽ പോലും നല്ല അപ്സ്കെയിൽ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ സി കേരളം എല്ലാം HD ചാനൽ കേട്ടോ. നോർമലൊന്നും സപ്പോർട്ട് ആവുന്നില്ല. HD ചാനൽസ് അവർ തന്നെ അത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴവിൽ മനോരമയിൽ HD ഉണ്ട്, നോർമൽ SD കിട്ടുന്നുണ്ട്.
നോർമൽ ചാനൽസിലൊക്കെ അവർ 4K അപ്സ്കെയിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ അല്ലാതെ ഡയറക്റ്റ് കാണുമ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നല്ല ക്വാളിറ്റി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പം ഇത്രയാണ് മലയാളം ചാനൽസ് വന്നിട്ട്. ഞാൻ ഓൾമോസ്റ്റ് ചാനൽസ് എല്ലാം പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. ന്യൂസ് ചാനൽസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പ്ലാനിൽ ഇത് വർത്തിയായിട്ടാണ് തോന്നുന്നത്. എനിക്ക് നഷ്ടം തോന്നുന്നില്ല. കാരണം DTH അല്ലാതെ തന്നെ നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ ഇത് എന്തായാലും 398 സംതിങ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ 400 അടുപ്പിച്ച് എന്തായാലും ആവുന്നുണ്ട് ഈ ഒരു പ്ലാൻ. കാരണം HD ചാനൽ സ്പോർട്സ് ചാനൽ തന്നെ സെപ്പറേറ്റ് 22 സംതിങ് റുപ്പീസാണ് അതിനെ ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ സ്പോർട്സ് ചാനൽ ഓൾമോസ്റ്റ് HDs അവൈലബിൾ ആണ്. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ യൂട്യൂബ് ഇതുവഴി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. റിമോട്ടിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ യൂട്യൂബ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡയറക്റ്റ് 4K കണ്ടന്റ് എല്ലാം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഓവറോൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇത് കുഴപ്പമില്ല. ടിവിയുടെ ഒരു ഈ ഒരു DTHന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യില്ല. നല്ല ഫാസ്റ്റാണ്. ഈ ഒരു എക്സ്ട്രീം പ്ലേ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. ജിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിത് ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ എല്ലാ OTT ആപ്സ് ഹോമിൽ തന്നെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇതുവഴി തന്നെ നമുക്ക് ചാനൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഏത് മൂവിയാണ് ഓടുന്നത് കാര്യങ്ങളെല്ലാം അത് ഇതുവഴി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TV ചാനൽസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ചാനൽ നമ്പർ അടിക്കാതെ തന്നെ ഇതുവഴി തന്നെ നമുക്ക് HD ചാനൽസ് ആയാൽ പോലും നമുക്ക് സെപ്പറേറ്റ് പോകേണ്ട ആവശ്യമില്ല. ഇതിൽ HD എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അത് ജസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ HD ചാനൽസും നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. ഓക്കെ. കാറ്റഗറി ആയിട്ടുമുണ്ട്, അല്ലാതെ ചാനൽ വൈസ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ആ ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ കറൻ്റ്ലി എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനാണ്, ബ്ലാക്ക് മലയാളം അൾട്ടിമേറ്റ് പ്ലാൻ. ഇതിലിപ്പോൾ 103 പെയ്ഡ് ചാനൽസാണ് ഉള്ളത്. 392 രൂപയുടെ പ്ലാനാണ്. ബാക്ക് ഡീറ്റെയിൽസ് ഇത്രയും ചാനലാണ് ഉള്ളത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇത്രയും ചാനൽസാണ് പെയ്ഡ് ചാനൽസിൽ എനിക്കിപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ കൂടെ ആ ഒരു പ്ലാനിൻ്റെ കൂടെ വരുന്ന പെയ്ഡ് ചാനൽസൊക്കെ ഇതാണ് കേട്ടോ. സ്റ്റാർ സ്പോർട്സും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ 103 ചാനൽസാണ് പെയ്ഡായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ആഡ് ഓൺ ചാനൽ ഞാൻ മഴവിൽ മനോരമ HD അത് 0 റുപ്പീസാണ്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്ട്രീം പ്രീമിയം ആഡായി വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീ ചാനലായിട്ട് 270 ചാനൽ വന്നിട്ടുണ്ട്. അപ്പോൾ 270 മറ്റതും കൂടെ ആഡ് ആകുമ്പോഴാണ് ടോട്ടൽ 300 സംതിങ് ചാനൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാനിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ജസ്റ്റ് സ്പീഡ് ടെസ്റ്റും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. fast.comലാണ് ഞാൻ പോകുന്നത്. അപ്പം ഏകദേശം ഒരു 23, 24 അടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ. 23 Mbps സ്പീഡാണ് ഇപ്പോൾ കറൻ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ വൈഫൈയുടെ അടുത്താണ് ഏകദേശം നിൽക്കുന്നത്. ഈ ഒരു സ്പീഡാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ നിന്നും കുറയും, കാരണം 3 Mbps ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, ഒരു 30 Mbps സ്പീഡ് പറയുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ഓൾമോസ്റ്റ് 23 ഒക്കെയാണ്. പിന്നെ അപ്ലോഡ് സ്പീഡ് വന്നിട്ട് 15, 14 ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ, 14 കിട്ടുന്നത്. എയർടെൽ ആപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്ക് ഈ ആപ്പ് വഴി തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ കാണുന്ന എയർടെൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബില്ലും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റേത് എയർടെൽ ബ്ലാക്ക് പ്ലാനിൽ വരുന്ന DTHും വൈഫൈ ആയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ അതാ കാണാൻ പറ്റും. 374 ചാനൽസ് DTHലുണ്ട്. വൈഫൈ 30 Mbps അൺലിമിറ്റഡ് ഡേറ്റ കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ ഈ ഒരു ആപ്പ് കറക്റ്റ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് ഈ എയർടെൽ ബ്ലാക്ക് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് 590 പ്ലാനിന് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബില്ല് കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ എനിക്കൊരു കറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ 704 ഒരു സംഭവം പറഞ്ഞു തന്നില്ലേ, അതിൽ നിന്നൊരു 100 മൈനസ് ആവും കേട്ടോ. കാരണം ഇവർ ഈ എയർടെൽ ബ്ലാക്കിൻ്റെ ഇതിൽ -100 കാണിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ ശ്രദ്ധിച്ചില്ല എഴുതിയ ടൈമിൽ. ഓക്കെ. അപ്പോൾ -100 ഇവരുടെ ഒരു പ്ലാനിൻ്റെ ഡിസ്കൗണ്ട് ബോണസായിട്ടാണ് വരുന്നത് എല്ലാ പ്രാവശ്യവും. അപ്പോൾ അതിൽ നിന്നൊരു 100 എന്തായാലും മൈനസ് ആവും. അപ്പോൾ മേ ബി 604 ആയിരിക്കും ബില്ല് വരുന്നത്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ബില്ലാണ് എനിക്ക് ജനറേറ്റ് ആയിട്ടുള്ളത്. കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ. അതപ്പോൾ ഒന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് പ്രൊവൈഡറിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്ന് ചോദിച്ച് അന്വേഷിക്കുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന DTHൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 413 ബ്ലാക്ക് മലയാളം അൾട്ടിമേറ്റ് പ്ലസ് HD പാക്കായിട്ട്. അപ്പം ഇതിൽ ആണ് ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചത് പോലെ HD ചാനൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ആപ്പ് വഴി തന്നെ നമുക്കിപ്പോൾ ചാനൽ ഏത് വേണം വേണ്ട എന്നുള്ള റിമൂവ് ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ അടയ്ക്കേണ്ടി വരും പേയ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ വൈഫൈയുടെ ഇതാണ്. വൈഫൈയുടെ പ്ലാൻ നമുക്കിതാ കാണാൻ സാധിക്കും. 30 Mbps അൺലിമിറ്റഡ്. അല്ല, പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കും.
അപ്പോൾ എല്ലാം ഈ ആപ്പ് വഴി തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് പറ്റുന്നില്ല, ഈ സ്പീഡ് പറ്റുന്നില്ല, 100 MB ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് പ്ലാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ദേ നമുക്ക് കാണാൻ സാധിക്കും 899 ഉണ്ട്, 599. അതാണ് കറൻ്റ്ലി ഉള്ളത്. 899 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ നമ്മുടെ DTH ഏത് പ്ലാൻ വേണം അതും നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എന്താ സമ്മറി ആയിട്ട് വരും. നമുക്കിപ്പോൾ ഒരു OTP ലഭിക്കും. അത് കൊടുത്ത് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ 899 പ്ലാൻ നമുക്ക് ആക്റ്റീവ് ആവും. അതാണെങ്കിൽ നിങ്ങൾ മന്ത്ലി 899 പ്ലസ് 18% GST 1000 സംതിങ് വരും. അപ്പോൾ അത് പേ ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പം എന്താ ഒരു 4 ഡിവൈസസ് വരുന്നുണ്ട് വീട്ടിൽ, പിന്നെ TV വരുന്നുണ്ട്, പിന്നെ ഒരു ടാബ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് 30 MB അത്യാവശ്യം സ്പീഡ് കിട്ടുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ ഒരു 1-2 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ മിസ്റ്റേക്സ് ഒരുപാട് കാണും. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഇത് വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഞാനപ്പോൾ അത് മിസ്റ്റേക്ക് മാറ്റാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.